അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അന്നത്തെ വിശേഷത്തേക്ക് സ്വാഗതം. അപ്പം ഇന്നിപ്പോൾ ഞായറാഴ്ച കഴിഞ്ഞു തുടങ്ങി. ഉച്ചരിഞ്ഞു 3 മണിയൊക്കെ ആയി. 3 മണി 4 മണി കഴിഞ്ഞാൽ കുറച്ച് നേരം കിടന്നു. നല്ല മഴ കേട്ടോ, കിടക്കായിരുന്നു അവിടെ. രാജേട്ടൻ ആ മഴയത്ത് നനഞ്ഞ് വന്ന് ചോറുണ്ണ പണി ഉണ്ടായിരുന്നുണ്ട് പോയി രാജേട്ടൻ. പിന്നെ അപ്പവും അമ്മൊക്കെ ഉണ്ട് ഇവിടെ. രാവിലെ തിരുമ്പലൊക്കെ വേഗം കഴിഞ്ഞു. തിരുമ്പലൊക്കെ കഴിഞ്ഞ് കറി ഇപ്പം എന്താണെന്ന് പറയും. മത്തന്നല്ലേ നമുക്ക് സ്പെഷ്യല്. അപ്പം അവിടെ നമുക്ക് ഇറച്ചി മീനൊന്നും അങ്ങനെ പറ്റാനില്ലപ്പോൾ, അതുകൊണ്ട് തറവാട്ടിൽ നിന്ന് ഇന്നലെ കിട്ടിയതാണ് മത്തന്നല. അപ്പം അത് താളിച്ചു, പയറുപ്പേരി ഉണ്ടാക്കി, പിന്നെ എന്താണ്ടാവുന്നത് സോയാബീൻ വറുത്തു, അങ്ങനെയൊക്കെ. അപ്പോൾ ഇന്നലെ ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ നോലുമ്പം തക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും അങ്ങനെ ഉണ്ടാക്കാൻ വെച്ചിട്ട് ഇന്നലെ രാജാവിനോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ പറയുക, കോളിഫ്ലവർ ഇല്ലേ, നമ്മുടെ കോളിഫ്ലവറിൻ്റെ കൊണ്ടുവന്നിട്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് എന്താ പറയുക, ക്യാപ്സിക്കം ഒക്കെ ഉണ്ട്. അപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഗോബി മഞ്ചൂരിയൻ അല്ലേ. അപ്പോൾ ഉച്ചയ്ക്ക് ചോറിനാണ് വന്നപ്പോൾ ഞാൻ നേരത്തെ ഉണ്ടായിക്കോട്ടെ വെച്ചിട്ടൊക്കെ കൊണ്ടുപോകാൻ കേട്ടോ. കോൺഫ്ലവറും മൈദയും അതുപോലെ നമ്മുടെ സോസുകളില്ലേ, സോയാ സോസ്, ചില്ലി, ഇത് ടൊമാറ്റോ, സോയ, അങ്ങനെ 3 കൊണ്ടുവന്നു. അപ്പോൾ ഇതൊക്കെ റെഡി ആക്കി തന്നെ രാജേട്ടും ഉച്ചയ്ക്ക് ചോറിനായിട്ട് പോയത്. അപ്പോൾ ഇവിടെ നീറ്റ് കാപ്പി ഉണ്ടായിരുന്നു, കട്ടൻ കാപ്പി ഉണ്ടാക്കി, അത് കുടിച്ചു. തുണിയാൾ കണ്ടല്ലേ ഒക്കെ തോട്ട് ഫുള്ള് ഇതാണ്, മഴയത്താണ്. ഒറ്റക്കൊക്കെ ഇട്ടു, സ്ഥലമല്ല അവിടെയൊക്കെ കൊണ്ടിട്ടുണ്ടോ, ഒക്കെ നനഞ്ഞിട്ടുണ്ട്. ഇപ്പം കണ്ട ഇവിടെ ആ പാത്രങ്ങൾ ഫുള്ള് കഴുകാനാണ്. അതിന് ഇത് ഉണ്ടായി കഴിഞ്ഞിട്ട് കഴുകാൻ. അപ്പം പിന്നെ ഉള്ള പാത്രം കൂടെ കഴുകാൻ ആലോചിച്ചിട്ട് അത് ഞാൻ എന്ത് ചെയ്തു പറയോ, ഇത് മുറിച്ച് വെള്ളത്തിൽ, ചൂടുള്ള വെള്ളത്തിലിടണ്ടേ, തിളച്ച വെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് പോകാനായിട്ട് വെള്ളം ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അപ്പം എന്നാ ഇത് ഫുള്ളെടുക്കാം. ഇതൊക്കെ പാടുമ്പോൾ രസം ഉണ്ടാവുമല്ലോ വെച്ചിട്ട്. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് അല്ലി അങ്ങനെ എടുക്കാൻ കേട്ടോ. നമ്മുടെ വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതിലേക്ക് കുറച്ച് കൂടുതൽ മറ്റേ കല്ലുപ്പില്ലേ, കല്ലുപ്പ് തന്നെ ഇടാം കേട്ടോ. കല്ലുപ്പ് ഇട്ടിട്ട് അതിൽ ആ പുഴുവൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ എടുത്തു, ഇങ്ങനെ കുറച്ച് വലിയ പീസൊക്കെയാണ്, സാരില്ല, നമുക്ക് കഴിക്കാനല്ലേ. ഒറ്റ പറയാമോ അറിയില്ല, ആരെങ്കിലും നമുക്ക് ഉണ്ടാക്കിയിട്ട് ആദ്യമായിട്ടാണ് ഞാനിത് ഉണ്ടാക്കാൻ നോക്കണത്. നമ്മളീ പൂര പറമ്പിലൊക്കെ അങ്ങനെ കിട്ടുമല്ലോ, ഗോബി മഞ്ചൂരി കിട്ടാറുണ്ടല്ലോ, വറുത്തിട്ടോ. ആ കഴിക്കാൻ പ്ലേറ്റിലാക്കിയിട്ട് കിട്ടാറുണ്ട്, രസമാണ് കേട്ടോ അത്. അതിൻ്റെ കൂടെ സോസ് അങ്ങനെയുള്ളതൊക്കെ തരും. അപ്പോൾ ഈ തിളച്ച വെള്ളത്തിലൊരു 5 മിനിറ്റൊക്കെ കിടക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ ക്യാപ്സിക്കം, മറ്റേ സ്പ്രിംഗ് ഓണിയൻ ഇല്ലേ, അതിനെ പറ്റിയിട്ട് പറഞ്ഞിരുന്നു, അതില്ല. അപ്പം നമുക്ക് സവാള എടുക്കാം, അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതിലേക്ക് വേണ്ട സംഭവങ്ങളെ ക്യാപ്സിക്കം ഒക്കെ നോക്കി, ഒരു ക്യാപ്സിക്കം ഫുള്ളും എടുത്തു വേണ്ട. പിന്നെ നമ്മളെ ഈ ഇതുണ്ടല്ലോ സംഭവം, ഇതിലൊക്കെ ഉപ്പ് പിടിച്ചിട്ടുണ്ട്, കല്ലുപ്പ് ഉള്ളതിലൊക്കെ നല്ല ഉപ്പ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, മൈദ അല്ലേ കുറച്ചെടുക്കാം കേട്ടോ. അതിലേക്ക് പാത്രത്തേക്ക് കുറച്ച് മൈദ എടുത്തു മതിയാവൂല്ലേ വെച്ചാൽ. പിന്നെന്താ വെച്ചാലേ നമുക്ക് കണക്ക് വല്ലാണ്ട് ഇല്ല, നമുക്കൊരു എത്ര സ്പൂൺ ആണെന്നില്ല, നമുക്ക് വേണ്ടതാണ് എടുക്കുന്നത്. കുറച്ച് കോൺഫ്ലവറൊക്കെ ഒന്ന് വീണ്ടും നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങളാണ്. കുറച്ചുകൂടെ മൈദ എടുക്കാം. എന്നിട്ടെന്ത് ചെയ്യാറിയോ, നമ്മളെ സാധനമല്ലേ ഇതിനൊക്കെ ഇടാം. ഇതിലൊക്കെ ഇട്ടിട്ട് നല്ലോണം തേച്ച് പിടിക്കും. കുറച്ച് വെള്ളം കളി. പിന്നെ നമുക്ക് എന്താ വേണ്ടത്, കുരുമുളക് നമ്മൾ കുറച്ചും കൂടെ പൊടിച്ച് വയ്ക്കണം. വെച്ചാൽ കുറച്ച് കുരുമുളക് പൊടി വേണം, എരിവിന് വേണ്ടി. ഉപ്പ്
ഒരു നുള്ളം കൂടെ ഇടാം. ആ മതി. വെള്ളം എടുക്കട്ടെ കേട്ടോ. വെള്ളം നമുക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് ഞാൻ ആദ്യം കുഴച്ച് നോക്കാം കേട്ടോ. നല്ലോണം ഈ കോളിഫ്ലവറിൽ കുറേശ്ശെ വെള്ളമുണ്ട്. നമ്മൾ ആ ഇതാക്കി ഊറ്റിയെടുത്തപ്പോഴേ അല്ലാതെ ഏറണ്ട വെച്ചിട്ടാണ്. നല്ലപോലെ അതിലേക്ക് ഇങ്ങോട്ട് പറ്റി പിടിക്കണം. എന്താ ഇതില്ലേ കോളിഫ്ലവറിലേക്ക് ചിലർ എന്താ പറയുക കളറിന് വേണ്ടി മുളക് പൊടിയൊക്കെ ഇടും. ഇടണോ? വേണോ? ഇടണോ? ഞാൻ കുരുമുളക് ഇട്ടുണ്ട്. മതിയാ? കുറച്ചിടണോ? വേണമെങ്കിൽ കുറച്ചിടണം. ഈ കളറില്ല വെച്ചിട്ട് ശരിക്കും മറ്റേ എന്താ പറയുക കളറില്ലേ കാശ്മീരി മതി. കുരുമുളകും തേങ്ങയും ഇത് നമുക്ക് എന്താ പറയുക കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. അതിൽ നോക്കിയിട്ട് വെള്ളം ഏറാതെ ഞാനിത് നല്ലപോലെ മിക്സ് ചെയ്യട്ടെ കേട്ടോ. എന്നിട്ട് കാണിച്ചു തരാം. ഇത് ഞാനിതിങ്ങനെ മിക്സാക്കിയപ്പോൾ വെള്ളം ഏറുമെന്ന് അറിയില്ല കേട്ടോ. നമുക്ക് എന്തായാലും വറുത്തെടുക്കണം. അപ്പോൾ കുറച്ച് നേരത്തെ നമുക്കിനി റെസ്റ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് പിടിക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് വറക്കാം. നമ്മൾ പോയി ഒക്കെ പറഞ്ഞോട് അതൊക്കെ സെറ്റാകുമ്പോൾ നമുക്ക് കുറച്ച് കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കി വെക്കാം കേട്ടോ. അതൊക്കെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യുക കട്ട കുത്താതെ ഇങ്ങനെ കലക്കി വെക്കാം. എല്ലാതും റെഡിയാക്കി വെച്ചാൽ വേഗം കുക്ക് ചെയ്യാം. ശരിക്കും ഇപ്പം എന്താ വെച്ചിട്ട് അറിയോ നമ്മൾ വറുത്തെടുക്കാൻ കുറച്ച് സമയം അത്രയേ ഉള്ളൂ. കണ്ടോ ഞാൻ ദിവസമായില്ലേ ഇത്ര മതി. നമ്മുടെ കോൺഫ്ലവറാണ് കേട്ടോ. നല്ല ആക്കി ഒക്കെ സെറ്റാക്കി. ഇനി നമുക്ക് എന്താ വേണ്ടത് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ആവശ്യമാണ്. ഇതുപോലെ ഇടയ്ക്ക് കുറച്ചിങ്ങനെ മേടിക്കണുള്ളൂ. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ മിക്സായിരിക്കും. ഇനി നമുക്ക് എന്താ വേണ്ടത് അറിയാം. നമ്മുടെ ഇതൊക്കെ പിന്നെ മിക്സ് ചെയ്ത് വെക്കാം അല്ലേ. ഇതൊക്കെ നമുക്ക് പിന്നെ മിക്സ് ചെയ്ത് വെക്കാം. ഇതെന്തായാലും റെഡിയാക്കി ഇവിടെ മിക്സാക്കാം. നമുക്ക് അപ്പോഴേക്കും കുറച്ച് പാത്രങ്ങളും കൂടെ കഴുകിക്കാൻ ഞാൻ അതും കൂടെ കഴുകിക്കട്ടെ. നമ്മുടെ ഈ സംഭവം ഉണ്ടല്ലോ ഇത് ഈ മസാലയൊക്കെ ഇതിലേക്ക് പിടിക്കുമ്പോഴേക്കും കുറച്ച് പാത്രങ്ങൾ കഴുകിക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്കിതൊക്കെ ആവശ്യമുള്ള കുരുമുളക് കുറച്ചുണ്ട് പൊടിച്ച് വെച്ചു. കഴിഞ്ഞ പ്രാവശ്യം നമ്മളെന്താ എടുക്കില്ല കഴിഞ്ഞു കേട്ടോ. കുറച്ച് തന്നെ ഉള്ളൂ. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിയില്ലേ. ക്ഷമല്ല കേട്ടോ. അത് കണ്ടാൽ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാലേ ഒരു സമാധാനമുള്ളൂ. അപ്പോൾ ഞാനത് വറക്കാൻ വേണ്ടി നമ്മൾ ഈ ഇതില്ലേ വെള്ളപ്പം ചട്ടി നോൺ സ്റ്റിക്കിൻ്റെ വെച്ചതാകുമ്പോൾ ഒട്ടിപ്പിടിക്കില്ലല്ലോ വെച്ചിട്ടേ. ഇതിലാകുമ്പോൾ കുറച്ച് പണിയാണ്. കുറേശ്ശെ വറുത്തെടുക്കാൻ പറ്റുള്ളൂ. ചെറുതല്ലേ. എന്നാലും നമുക്ക് ഇപ്പം തന്നെ തുടങ്ങിയാൽ വൈകുന്നേരം അവർക്ക് വേഗമൊക്കെ റെഡി ആയി എടുക്കാൻ വെച്ചിട്ട്. അപ്പോൾ എങ്ങനെയാവുന്നൊന്നും അറിയില്ല. കടാവോ എന്താണെന്നൊന്നും അറിയില്ല. ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. കടയിൽ നിന്നൊക്കെ ഇങ്ങനെ മേടിക്കണമെങ്കിൽ നല്ല രസമല്ലേ. അപ്പം നമുക്കും കൂടെ ഉണ്ടാക്കി നോക്കുക എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ. ചൂടായോ തോന്നുന്നില്ല. ഇതൊക്കെ ഒട്ടിപ്പിടിച്ചിടണം. ഇതിനൊക്കെ അങ്ങനെ വേറെ എടുത്തിട്ട് ചൂടാക്കി ഇട്ട് നോക്കാം. ചൂടായോ ചൂടായിരുന്നു അല്ലേ. അങ്ങനെ ഈ ഒട്ടിപ്പിടിച്ചതിനൊക്കെ വേറെടുത്തിട്ട് നമുക്ക് വറുത്തെടുക്കാം. കുറച്ച് ഈ വറക്കണം മാത്രമേ പറഞ്ഞുള്ളൂ. അമ്മട്ടി മുഖം പൊത്തിപ്പിടിച്ചെന്നെ പൊട്ടിത്തെറക്കി വെച്ചിട്ട് പൊട്ടിത്തെറക്കില്ല വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെയൊക്കെ നിൽക്കണത്. അമ്മി പൊട്ടിത്തെറക്കിണ്ടേ തെറക്കിട്ടാ കുറച്ച് കിട്ടുന്ന അങ്ങനെ ഉള്ളൂ അല്ലേ. അതില് മതിയില്ലേ. മതി. അത് വറുക്കാം. ചെറുതായിട്ട് പൊട്ടുന്നുണ്ട്. കളറൊന്നുമില്ല. കുറച്ചൊന്നും ഓടിയിട്ടിട്ടുള്ളൂ. പക്ഷെ ആ കളർ വരണമെങ്കിൽ ഇങ്ങനെ അറിയില്ല. അത് നോക്കി നമുക്കിത്
ഗോൾഡൻ കളർ എന്ന് പറയുക, അങ്ങനെ അവിടെ നിന്നൊക്കെ പറയുക കുറേശ്ശെ. അതുപോലെ ഞാൻ വറുത്തെടുക്കട്ടെ എന്തായാലും. പിന്നെ ഞാൻ വറുത്തിട്ട് കാണിച്ചിട്ട് അങ്ങനെ ഉണ്ടോ? ആ വല്ലാതെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ, കണ്ടോ ഇതായി നിൽക്കണൊക്കെ ഉണ്ട്. ഇനി ഞാനിതൊക്കെ വറുത്തെടുക്കുന്നത് കാണിക്കാം കേട്ടോ. ഫുള്ള് ഫസ്റ്റത്തെ ആയിട്ട് അത്ര മതി, അല്ലാണ്ട് ഈ കളർ മതിട്ടാ. അതിലേക്ക് നമ്മൾ മറ്റേ ഓട്ടക്കൈലില്ല, മറ്റേ സംഭവം അരിപ്പ അതൊന്നുമില്ല. അപ്പം ഞാനിത് വെച്ചിട്ട് നല്ല ഇങ്ങനെ എടുക്കട്ടെ. കണ്ട കറേനെ സൗണ്ട് അങ്ങനെ. അപ്പം ഇനിയൊക്കെ ചെയ്തിട്ട് കാണിക്കാം. അപ്പം നമ്മുടെ ഇത്രയും ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ നമ്മൾ. ഇനി ഞാൻ എണ്ണ അടുപ്പത്ത് ചട്ടി വെച്ചിട്ട് എണ്ണ വെച്ചിട്ടുണ്ട്. അപ്പം ഇത് എത്ര അളവെടുക്കാന്ന് വെച്ചാൽ 2 സ്പൂൺ ആക്കാം നമുക്ക്. 2 സ്പൂൺ പറഞ്ഞ 2 സ്പൂണ് സോയാ സോസ് എടുക്കൂ. ഇതിൻ്റെ ഫ്ലേവറും കാര്യങ്ങളും എങ്ങനെ നമുക്ക് അറിയില്ല കേട്ടോ. ആ ഇത് ഫുള്ള് വേണമൊത്തേ, എങ്ങനെ അറിയില്ലല്ലോ ടേസ്റ്റ്. ടൊമാറ്റോ അല്ലേ, ടൊമാറ്റോ സോസ് ഒക്കെ ഒരേ അളവിലെടുക്കാം നമുക്ക്. കൂടിയാ കുറച്ച് കൂടിയില്ലേ? ആ സാരില്ല. ഇത് ചില്ലി അല്ലേ, ചില്ലി ഫ്ലവർ അല്ലേ, മുളകിന്റെ സോസാണ്, പച്ചമുളകിന്റെ. ഞാൻ ആദ്യമായിട്ട് അതൊക്കെ കാണണേ കേട്ടോ. വെച്ചാല് എന്റെ അമ്മൂട്ടി കണ്ടായിരുന്നത് അപ്പൊക്കെ ഇരുന്ന് തിന്നണു വറുത്ത് വെക്കുമ്പോ. എന്താ ചെയ്യാ അറിയോ, അത് നമുക്കുണ്ട് ഇതിലേക്ക് കുറച്ച് നമുക്ക് ഗ്രേവി. അത് നമുക്ക് ഇതിലേക്ക് എത്ര വെള്ളമാണോ നമുക്ക് ഗ്രേവി വേണ്ടത് വെച്ചാൽ അത്ര മതി. വല്ലാണ്ട് ഗ്രേവി വേണ്ടല്ലോ. വേണോ ഗ്രേവി? വേണ്ടല്ലോ, വല്ലാണ്ട് വേണ്ട. ഇത്ര മതി കേട്ടോ. നമുക്ക് ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് വെക്കട്ടെ കേട്ടോ, നല്ലപോലെ മിക്സ് ചെയ്തിട്ട്. അപ്പോഴേക്കും നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കാം. പൊട്ടിത്തെറിക്കും അറിയില്ല. അതെ, ചിലപ്പോൾ പൊട്ടിത്തെറിക്കാൻ സാധ്യത. അതൊക്കെ വല്ലാണ്ട് ഇതാവണ്ട, ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ വേഗം കുക്ക് ചെയ്തെടുക്കുക. എന്നുവെച്ചാൽ കുറേ വാടി ഇതാവണ്ട. അങ്ങനെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വലിയുള്ളി ഇല്ലേ, വലിയുള്ളി ഇട്ട് കൊടുക്കാം. എന്നുവെച്ചാൽ ക്യാപ്സിക്കം ലാസ്റ്റാണ് കേട്ടോ. വലിയുള്ളി കൂടെ ഇടുക. പിന്നെ ഈ നല്ല ഫ്ലെയിം കൂട്ടി വയ്ക്കുക. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പിടണം, കുറച്ച് ഉപ്പിടാം. നമ്മൾ ആ വറുത്തലൊക്കെ എന്തായാലും ഉപ്പുണ്ടല്ലോ, അപ്പോൾ കുറച്ച് ഉപ്പിട്ടു. ഇതിലേക്ക് മറ്റേ സ്പ്രിംഗ് ഓണിയനൊക്കെ വേണം ശരിക്കും കേട്ടോ. പക്ഷെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഒന്നുകൂടെ വാഴണം. ഓരോരെ മറ്റേ ആ സോസിൻ്റെ ഇതിനൊക്കെ ഒരു മണം, ഒരു പ്രത്യേക മണം കേട്ടോ. ഒരു മധുരമൊക്കെ തിന്നൂലേ, അറിയില്ല. ഇതൊക്കെ നമുക്കേ മറ്റേ കുരുമുളകില്ലേ, കുരുമുളക് കഴിഞ്ഞോ കുറച്ച് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടി ഇടാം നമുക്ക്. ഇനി നമുക്ക് ക്യാപ്സിക്കം കേട്ടോ. ഉള്ളില്ലേ പാത്രം നമുക്ക് മസാല ക്യാപ്സിക്കം ഇട്ട് ഒന്ന് വഴല ഉപ്പുണ്ടോ നോക്കട്ടെ. കുറച്ചുപ്പ് അതെ, കുരുമുളക് പച്ചമുളകിൻ്റെ എരിവൊക്കെ ഉണ്ട്. ഉപ്പോ കയറിയാലോ? ഞാൻ പറയട്ടാ,
കുറച്ചുകൂടെ കേട്ടോ, ഇത് ഏറിയ അപ്പോഴും ഉത്തരവാദി. അതിനാ പറഞ്ഞത് ഞാൻ കുറച്ച് ഉപ്പിടാൻ അറിഞ്ഞു. ഇത് മതിയല്ലേ? ഇനി നമുക്ക് നമ്മുടെ സോസ് എവിടെ ഇതില്ലേ, ഇത് നമുക്ക് വെള്ളം ഇത്ര മതി തോന്നുന്നു. അതൊക്കെ മതി. ഇട്ടിട്ട് ഇതാക്കില്ല. ഈ സാധനം കൊടുത്തിട്ടാണ് ഇതിട്ട് ഇതിട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഇതും കൂടെ ഒഴിക്കാം. ഇളക്കി. അപ്പൊ ഇനി ഇത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് മറ്റേ സംഭവല്ലേ, നമ്മുടെ എന്താ പറയാ കോൺഫ്ലവർ ഇല്ലേ, കോൺഫ്ലവർ അത് കലക്കി വെച്ചതാട്ടോ, അതും കൂടെ ചേർക്കാം നമുക്ക്. കോൺഫ്ലവർ ചേർത്തിട്ട് നമ്മൾ ഇളക്കുക. അപ്പം അത് തിക്കായിട്ട് വരും. ഇളക്കുമ്പോൾ ഇതൊന്ന് കുറുകി വരും. എന്താ കളർ ഉണ്ടാവുക? ചുവപ്പ് കളർ ഉണ്ടാവില്ല. അപ്പം നമുക്കിത് വേഗം ഓഫ് ചെയ്യാം കേട്ടോ. ഓഫ് ചെയ്തു. കണ്ടോ, രസമൊക്കെ ഉണ്ട് കാണാനല്ലേ? കാണാനൊക്കെ രസമുണ്ട്, പക്ഷേ തിന്നാനങ്ങനെ ഇതിന് ഇരുന്നിട്ട് ഒന്നും കൂടെ കുറുകും അല്ലേ? ഇത് നമ്മൾ ആ വറക്കില്ലേ, ഈ ചിക്കൻ എന്ന് പറയുന്നത്, നമ്മുടെ ഈ കോളിഫ്ലവർ വറക്കുമ്പോൾ കാശ്മീരി മുളക് പൊടിയോ അല്ലെങ്കിൽ കളറൊക്കെ ഇട്ട് വറക്കുമ്പോൾ നല്ല ചുവപ്പ് കളറുണ്ടാവും. ഇതിപ്പോൾ നമ്മൾ വേറെ കളറുകളൊന്നും കൂടിയിട്ടില്ല. ഇതിന് ടേസ്റ്റ് എങ്ങനെ നോട്ടോ, ഗ്രേവി എങ്ങനെ നോട്ടെ. എനിക്കിത് കണ്ടപ്പോഴേ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയാണ്. കടയിൽ നിന്ന് നമ്മൾ ഹോട്ടലിൽ നിന്ന് കിട്ടുമ്പോൾ ഇതിങ്ങനെ വറുവറുത്തായിട്ടല്ലേ അങ്ങനെ വെള്ളം പോലെ നല്ല കിട്ടുക. അത് വറുത്തിട്ട് ഇതിൽ സോസ് എന്തെങ്കിലും അങ്ങനെയായിരുന്നു. ഇത് മക്കൾ കഴിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെ തന്നെ അത്ര അത് അതിൻ്റെ ടേസ്റ്റൊക്കെ ഇങ്ങനെയാണ് പറഞ്ഞൊക്കെ ഉണ്ടാകും. കാണാൻ തുടങ്ങിയില്ലേ? അപ്പം നമ്മുടെ ഗോബി മഞ്ചൂരി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുണ്ടല്ലോ, ഇതിൻ്റെ കൂടെ നമുക്ക് പൊറോട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടിപൊളിയാണെന്ന് പറയുന്നത് കേട്ടു. രാജേട്ടൻ കൊണ്ടുവരും അറിയില്ല കേട്ടോ, പാവട്ടോ. രാജേട്ടനോടൊന്ന് പറഞ്ഞപ്പോഴേക്കും ഇതൊക്കെ കൊണ്ടു തന്നു. ഇനി പൊറോട്ട കൊണ്ടുവരും എന്താ അറിയില്ല. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ വൈകുന്നേരം ഇത് കഴിക്കാം അല്ലേ? അപ്പോൾ എടുത്ത് നോക്കാം, മക്കൾക്ക് ആദ്യം കൊടുക്കട്ടെ കേട്ടോ, എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ. പീസത്ത് കഴിച്ചപ്പോൾ പിന്നെ രസമുണ്ടോയെന്ന് അറിയാലോ. ഞാൻ തട്ടെ, അത് ഞാൻ കഴിക്കുക, അത് അപ്പം കഴിച്ചു. രസമുണ്ടടാ, അതല്ല പിന്നെ കഴിക്കാം. കഴിച്ചോട്ടാ. അതൊക്കെ ഉണ്ട്. ഉണ്ടല്ലോ ആ സോസും ഇതൊക്കെ ഉണ്ടല്ലോ, എനിക്ക് കഴിച്ച് ശീലമല്ല, അതുകൊണ്ടാണ്. രസമുണ്ട്, കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. അപ്പം ഇനി വേഗം കുറേ പണികളുണ്ട്, തറവാട്ടിലൊന്ന് പോകണം. ഒരു പണികൾ വേഗം നോക്കാം കേട്ടോ. രാജേട്ടൻ പണി മാറ്റി വന്നപ്പോഴേ പൊറോട്ട ഉണ്ടെന്ന് കേട്ടോ, പൊറോട്ട മുറിച്ചിട്ടതാ. അപ്പം നമ്മുടെ മറ്റേ ഗോബി മഞ്ചൂരി അല്ലേ, നല്ല രസം ഇട്ടത് കഴിക്കാൻ. ഇത് അതൊക്കെ വെച്ച് കുറുകിയിട്ടൊന്നും കൂടെ കുറുകി, അപ്പം നല്ല രസം ഇത് കഴിക്കാൻ. ആ കുരുമുളകിൻ്റെ എരിവും ഒക്കെ ഉണ്ട്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ചായ എടുത്തിട്ടാ ഞങ്ങളേ 7 മണി ആയിട്ടില്ല കേട്ടോ, അതെ ഇട്ടുള്ളൂ. രാജേട്ടൻ വന്ന് വൈകി കുറച്ച് വരാൻ. അപ്പം തറവാട്ടിലൊന്ന് പോയിട്ട് വരാം. വേഗം വരും. ഇന്നിപ്പോൾ പൊറോട്ട കൊണ്ടുവന്ന് അതായത് കഴിച്ചപ്പോൾ ചോറുണ്ടാവും, തിളപ്പിച്ച് വറുക്കും ചെയ്യുക, എന്തെങ്കിലും ഒരു കറി. മറ്റേ സംഭവം ഉണ്ടല്ലോ നമ്മളെ ഗോബി മഞ്ചൂരി, അതും കിട്ടാം. അപ്പം വേഗം പോയി വരട്ടേക്കാം. ഗോബി എവിടെയാണ് കിടക്കുക? കുഞ്ഞാണി ഇതാരാണ്? നോക്കട്ടെ. ഹായ്. എന്ത് നല്ല കുട്ടിയായിട്ട് ഇച്ചിട്ടുണ്ടല്ലോ. ഉമ്മ തരിക ചോ. ബാ കിടക്കാം. ഞാൻ വരട്ടെ? ഇല്ലേ, അങ്ങോട്ടാണ് മാത്രം മാറി. അങ്ങോട്ട് മാറി കുഞ്ഞാ. ടോബി മാറിയ ചോ. വിളിച്ചാണ് നിങ്ങൾ തറവാട്ടിൽ വന്നതാണ്.
കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോവാം അല്ലേ? ഞങ്ങൾ അവിടെ കുറച്ച് നേരം വന്നിരുന്നു. അമ്മയൊക്കെ അവിടെ ഉണ്ടായപ്പോഴേ അവിടെ മേലെ അമ്മയെ പ്രശ്നമില്ലല്ലോ. കാര്യം വെച്ചാൽ അതായിരിക്കും നല്ല കുട്ടിയായിട്ടിരിക്കുന്നു. റോഡിലേക്ക് പോവാനും പറഞ്ഞാലൊക്കെ നേരെ കേൾക്കുന്നുണ്ടാ. കോട്ടാവി ചീത്ത പറയുമ്പോ കോട്ടാവി എങ്ങടാ പോണ്ടേ? ടോബി വാ നമുക്ക് പോവാ. വാ നമുക്ക് പോവാ. വാ ഇതൊക്കെ എന്നെ വീഡിയോ എടുക്കണേ ഞാൻ ഇങ്ങടൊക്കെ. ദാദാ ടോബി തെണ്ടി പോവാനാണ് രാത്രിയാലേ. ഞങ്ങൾ തറവാട്ടിൽ പോയി കുറച്ചേരം കേട്ടോ. ഒന്നര വഴിക്ക് സമയം കുറച്ചേരം ടോബീന്റെ കളിയൊക്കെ കണ്ടുന്നപ്പോഴേ പിന്നെ വന്നു. പിന്നെ വന്നിട്ട് ഞാൻ വേഗം എന്തേത്ത് അറിയോ, നമ്മളെ വെണ്ടക്കല്ലേ, വെണ്ടക്കയും തക്കാളിയും കൂടെ മുളക് വശം വെച്ചു. പിന്നെ നമ്മുടെ ഈ സംഭവം ഉണ്ട്, എന്താ ഗോബി മഞ്ചൂരി കോളിഫ്ലവറുള്ള സംഭവം. അപ്പം ഇപ്പം രാത്രി അതൊക്കെ മതിച്ചു. ഇനി വേറെ ഒന്നും കറി ഉണ്ടാക്കിയില്ല കേട്ടോ. അപ്പം ചോറുണ്ട്. രാജാവിന് ഞങ്ങൾ കൊണ്ടുപോയിട്ട് സമയം കുറേ ആയിരുന്നു. അപ്പം നമ്മളെ ചോറിനെല്ലാം കഴിഞ്ഞു കേട്ടോ. ചോറിനെല്ലാം കഴിഞ്ഞ് പാത്രങ്ങൾ കുറച്ച് കഴിച്ചു. ബാക്കി ഞങ്ങൾ കൊണ്ടുവച്ചു. ഒരു കുഴക്കട്ടോ വയ്യാ തോന്നി. അപ്പം ഇനി കിടക്കാൻ തുടങ്ങാൻ. ഇപ്പം നാളെ രാവിലെ ഇന്നിപ്പോൾ സുഖമായിട്ട് വൈകിയാണ് നമ്മൾ നീറ്റത്. 6 മണിയൊക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ നാളെ 4 മണിക്ക് തന്നെ നീക്കണം. ചോറും കറിയൊക്കെ ആവുന്നുണ്ട്. നാളെ ഇപ്പോൾ എല്ലാവർക്കും ജോലിക്ക് പോകണവരും പഠിക്കണവരൊക്കെ അല്ലേ, ക്ലാസ് ഉണ്ട്. അപ്പം ഇന്നത്തെ വിശേഷം നിർത്തുകയാണ് കേട്ടോ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ.